നല്ലൊരു മനുഷ്യനാണെന്ന് പറയും, അല്ലേ? സംശയം ഉണ്ടാവും? ഇല്ല. ആരോടും വെറുപ്പില്ലാത്തൊരു മനുഷ്യനാകുക എന്നുള്ളതാണ് നമ്മളെ സംസ്കരിക്കാൻ ഏറ്റവും നല്ല മാർഗം. നമ്മളിപ്പോ ഇവിടെ ഇരിക്കുന്നവരൊക്കെ അള്ളാഹുവിൽ വിശ്വസിക്കുന്നവരാണ്, അള്ളാഹുവിനെ ഇബാദത്തുകൾ ചെയ്യുന്നവരാണ്, അള്ളാഹുവിന്റെ മുൻപിലേക്ക് തിരിച്ചു മടങ്ങണം എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ലാത്തവരാണ്. മരണത്തോടെ ജീവിതം തീർന്നു പോകുന്നു വിചാരിക്കണവരാരെങ്കിലും ഇവിടെ ഉണ്ടോ? ഇല്ലല്ലോ. അതിന്റെ ശേഷം റബ്ബിങ്കിലേക്ക് മടങ്ങി പോകണം എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ലാത്ത ആളുകളാണ്. അങ്ങനത്തെ വിശ്വാസികളായ എനിക്കും നിങ്ങൾക്കും ഉണ്ടാകേണ്ട ഏറ്റവും നല്ല ക്വാളിറ്റിയാണ് നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകളുടെ ഒരു റിസൾട്ട് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുക എന്നുള്ളത്. നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകളുടെ റിസൾട്ട് എന്താ? ആ ഇബാദത്തുകൾ നമ്മൾ അള്ളാഹുവിന്റെ മുമ്പിൽ അർപ്പിക്കുന്നുണ്ട് എങ്കിൽ നമ്മൾ അതുമൂലം നല്ലൊരു മനുഷ്യനായിട്ട് ഉണ്ടാവും എന്നുള്ളതാ. ഒരിക്കലും മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ സദസ്സില് ഇങ്ങനെ ഇരിക്കുന്ന ആളുകൾക്ക് ക്ലാസ് എടുത്തു കൊടുക്കുകയാണ്. ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, ഒരു വ്യക്തിയെ പരാമർശിച്ചുകൊണ്ട് പറയുകയാണ് അദ്ദേഹം സ്വർഗത്തിലാണ് എന്ന്. ഇത് കേൾക്കുമ്പോ എല്ലാവരും അത്ഭുതപ്പെട്ടു. ഒരാൾ സ്വർഗത്തിലാണെന്ന് അള്ളാന്റെ റസൂലിന്റെ നാവിൽ നിന്ന് കേൾക്കുന്നത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. അത് സത്യമാണ്, റസൂൽ വഹീന്റെ അടിസ്ഥാനത്തിൽ പറയണേ, അല്ലേ? എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഇപ്പൊ അങ്ങോട്ട് കടന്നു വരും ആ സ്വർഗാവകാശി എന്ന് പറഞ്ഞു. എല്ലാവരും തിരിഞ്ഞു നോക്കുക, ആരാണ് ആ ഭാഗ്യവാൻ? അവരുടെ കൂട്ടത്തിലെ സാധാരണക്കാരനായ ഒരു മനുഷ്യന് ഒതു എടുത്ത് ഒതുവിന്റെ വെള്ളം ഇങ്ങനെ താടിരോമങ്ങളിലൂടെ ഇറ്റ് വീഴുന്ന രൂപത്തില് ചെരുപ്പും കൈ പിടിച്ചിട്ട് ഇങ്ങനെ നടന്നു വരുന്ന ഒരു സാധാരണ മനുഷ്യനാ. പിറ്റേ ദിവസം റസൂലുള്ളാഹി ഇത് തന്നെ പറഞ്ഞു, ഇപ്പൊ വരും സ്വർഗാവകാശി. തലേ ദിവസം വന്ന അതേ മനുഷ്യൻ മൂന്നാമത്തെ ദിവസവും ഇത് തന്നെ റസൂലുള്ളാഹി പറയുകയുണ്ടായി. അന്ന് വന്നതും അതേ മനുഷ്യനായിരുന്നു. സ്വഹാബത്തിന് അത്ഭുതമായി, അദ്ദേഹം എന്താ സ്വർഗാവകാശിയാകാൻ കാരണം? സ്വഹാബത്തിന് ഭയങ്കര മത്സരാണ്. എന്തിനെന്നറിയോ? സ്വർഗം കിട്ടാൻ വേണ്ടിയിട്ട്. അവര് ചെയ്യുന്നത് ഞങ്ങൾക്കും ചെയ്യണം. എന്തിനു വേണ്ടിയിട്ടാ? നാലാളുടെ പേരെടുക്കാനാണോ? സ്വർഗം കിട്ടാൻ. അങ്ങനെ അദ്ദേഹം ചെയ്യുന്ന സൽപ്രവൃത്തി എന്തെന്ന് അറിയാൻ വേണ്ടിയിട്ട് അവരുടെ കൂടെ പോയിട്ട് താമസിക്കുകയാണ് സ്വഹാബക്കളിൽ ചിലര്. അദ്ദേഹം ആകട്ടെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല. അത് മാത്രം, എല്ലാവരും ചെയ്യുന്ന കർമ്മങ്ങൾ മാത്രമേ അദ്ദേഹം ചെയ്യുന്നുള്ളൂ. അപ്പൊ അദ്ദേഹത്തോട് ചോദിച്ചു, താങ്കളെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ 3 ദിവസമായിട്ട് ആവർത്തിക്കുന്നുണ്ടല്ലോ സ്വർഗാവകാശിയാണ് എന്ന്. എന്താ താങ്കൾ ചെയ്യുന്ന പ്രത്യേക പുണ്യം എന്നൊന്ന് പറഞ്ഞു തരാമോ? അദ്ദേഹം ഇങ്ങനെ ആലോചിച്ചു, ഞാനിപ്പോ എന്താ ചെയ്യണേ? നിങ്ങളൊക്കെ ചെയ്യുന്നത് മാത്രമേ ഞാനും ചെയ്യുന്നുള്ളൂ എന്ന് അദ്ദേഹം സാക്ഷ്യപ്പെടുത്തി. ഇത് കേട്ട സ്വഹാബത്ത് തിരിച്ചു പോരാൻ നിൽക്കുമ്പോൾ അദ്ദേഹം തിരിച്ചു വിളിച്ചിട്ട് പറയുന്നുണ്ട്, ഞാൻ എന്നിൽ കാണുന്നൊരു യോഗ്യത എന്താണെന്നറിയോ? എനിക്ക് ആരോടും വെറുപ്പില്ല എന്നുള്ളതാണ്. ഒരു നല്ല മനുഷ്യന്റെ ഏറ്റവും നല്ല ലക്ഷണം, അള്ളാഹു ഇഷ്ടപ്പെടാൻ പാകത്തില് ഏറ്റവും നല്ല ലക്ഷണം, ആരോടും വെറുപ്പില്ലാത്ത, ആരുടെയും നന്മ ആഗ്രഹിക്കുന്ന നല്ല ഒരു മനസ്സിന്റെ ഉടമയാകുക. ആത്മസംസ്കരണം സാധിച്ചാൽ തൗഹീദ് ഉണ്ടായിരിക്കും, അള്ളാഹുവിന് ഇബാദത്തുകൾ അർപ്പിക്കും, കഴിവിന്റെ പരിധിയിൽ നിന്നുകൊണ്ട്. ഒരുപാട് ഇബാദത്ത് ചെയ്യുന്ന ആളായിരിക്കണമെന്നല്ല, ഉള്ള ഇബാദത്ത് മനസ്സറിഞ്ഞ് അള്ളാഹുവിന്റെ മുൻപിൽ സമർപ്പിച്ച് അതിലൂടെ അതിന്റെ റിസൾട്ടായിട്ടുള്ള ഒരു നല്ല മനുഷ്യനായിട്ട് മാറാൻ എനിക്ക് നിങ്ങൾക്കും സാധിച്ചാൽ ആത്മസംസ്കരണം സാധ്യമായി. അങ്ങനെ നമ്മൾ സ്വയം സംസ്കരിക്കപ്പെട്ടാൽ നമ്മുടെ മേൽ നിർബന്ധ ബാധ്യതയാണ് നമ്മുടെ കുടുംബത്തെ കൂടി സംസ്കരിച്ചെടുക്കുക എന്നുള്ളത്. നമുക്ക് മാത്രം സ്വർഗത്തിൽ പോയാൽ മതിയോ? നമ്മുടെ കുടുംബം സ്വർഗത്തിൽ നഷ്ടപ്പെടുന്ന അവസ്ഥ ഭയാനകമാണ്. നോക്കൂ, നിങ്ങൾ ചില ആളുകളെയൊക്കെ കാണുമ്പോ നമ്മളിങ്ങനെ, ഞാനൊക്കെ ബസ്സിൽ ഇരുന്നിട്ടും റെയിൽവേ സ്റ്റേഷനിൽ ഇരുന്നിട്ടും ബസ് സ്റ്റാൻഡിൽ ഇരുന്നിട്ടും വെറുതെ ഇങ്ങനെ ഒന്നിങ്ങനെ ശ്രദ്ധിച്ചു നോക്കുമ്പോ കാണാം ഉമ്മമാരൊക്കെ നല്ല മക്കനെയൊക്കെ ഇട്ട് നല്ല മറവില് ബാക്കിൽ വരുന്ന കുട്ടികളൊക്കെ. ഇപ്പത്തെ ഒരു ട്രെൻഡ് ഞാൻ കുറച്ച് കുട്ടികളൊക്കെ കണ്ടു, വയറിങ്ങനെ കാണുന്ന ഡ്രസ്സായിരുന്നത്. അങ്ങനെ ഉണ്ടാ അല്ലേ? ഒരുപാട് കുട്ടികളെ ഞാൻ അങ്ങനെ കാണണ്ടായി. അത് മുസ്ലിം കുട്ടികളാണ് എന്നെ അറിയാൻ കഴിഞ്ഞത്. മുമ്പിലുള്ള ഉമ്മ നല്ല സൽഫി മക്കനെയൊക്കെ ഇട്ടിട്ടുണ്ട്, കൂടെയുള്ള ഉമ്മ. ചില പിതാക്കന്മാര് നന്നായിട്ട് നിസ്കരിക്കും, നിസ്കാരത്തയമ്പൊക്കെ ഉണ്ടായിരിക്കും, നല്ല ദീനീ പ്രവർത്തകനായിരിക്കും. പക്ഷെ വീട്ടിലുള്ളവരെ നന്നാവാത്തത് അദ്ദേഹത്തിന്റെ കുറ്റമല്ല കേട്ടോ. നന്നാക്കാൻ ശ്രമിക്കാതിരിക്കാൻ പാടില്ല. നമുക്ക് ശ്രമിക്കണം. നമ്മൾ ഓരോരുത്തരാലും ചോദ്യം ചെയ്യപ്പെടും. ഒരു പെണ്ണ് അവളുടെ ഭർത്താവിന്റെ വീട്ടിലെ റായിയത്താണ്. എല്ലാവരെയും
നിരീക്ഷിച്ച് അവരിങ്ങനെ നല്ല വഴിയിലൂടെ നടത്താൻ ഏൽപ്പിക്കപ്പെട്ട ഒരാട്ടിടയനെ പോലെ സ്വന്തം കുടുംബത്തെ നന്മയുടെ വഴിയിലേക്ക് തെളിച്ചു കൊണ്ടുപോകുന്നവളായിരിക്കണം. അതിന്റെ പേരിൽ അവൾ ചോദ്യം ചെയ്യപ്പെടും. എല്ലാവരും ചോദ്യം ചെയ്യപ്പെടും. ഓരോരുത്തർക്കും ഓരോ കർത്തവ്യങ്ങളുണ്ട്. പെണ്ണിന്റെ കർത്തവ്യം ഇതാണ്. അവരുടെ ദീനിനെ സംരക്ഷിക്കുക എന്നുള്ളത്, വീട്ടിലുള്ളവരുടെ എല്ലാവരുടെയും ദീനിനെ സംരക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ മേൽ കൂടി നിർബന്ധമായ ഒരു ബാധ്യതയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് കുടുംബത്തെ നേർപാതയിലേക്ക് നയിച്ചിട്ടില്ലെങ്കിൽ കുടുംബം നഷ്ടപ്പെടുമെന്നുള്ളത് മാത്രമല്ല, കുടുംബം എവിടെ നഷ്ടപ്പെടും? നാളെ സ്വർഗത്തിൽ നഷ്ടപ്പെടും എന്നുള്ളത് മാത്രമല്ല, നമ്മളെ കൂടി നഷ്ടപ്പെടുത്തി കളയും കുടുംബത്തിന് ദീനില്ലാതായി പോകുമ്പോൾ. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ഷാഹിദിന്റെ ക്ലാസ് ഇങ്ങനെ അവിടെയും ഇവിടെയൊക്കെ കേട്ട് വന്നതിന്റെ തിരക്കിൽ എല്ലാവർക്കും ഒന്ന് കൈയെടുത്ത് അതിന്റെ ഇടയിലാ. അപ്പൊ അദ്ദേഹം ഇങ്ങനെ ഒരു കഥ പറയുന്നുണ്ടായിരുന്നു. വീടിന്റെ വായനാ റൂമും അതേപോലെ തന്നെ അടുക്കളയൊക്കെ പൊളിച്ചു മാറ്റാൻ വേണ്ടി ഗൾഫിൽ നിന്ന് പോരാൻ പറ്റാത്ത മനുഷ്യന്റെ എത്രയോ ലക്ഷക്കണക്കിന്റെ ബാധ്യത എന്നൊരു വിഷയമൊക്കെ പറയുന്നുണ്ടായിരുന്നു അല്ലെ. അപ്പോ നമ്മുടെ കുടുംബത്തിൽ തന്നെ നമുക്ക് ശത്രുക്കളുണ്ട് എന്നുള്ളത് കൃത്യമാണ്. നമ്മളെ കൊണ്ട് തെറ്റ് ചെയ്യിപ്പിക്കും. പല സ്ത്രീകളും വീടിന്റെ സൗകര്യം പോരാഞ്ഞിട്ട് ഭർത്താവിനെ നിർബന്ധിച്ച് ലോൺ എടുപ്പിച്ചിട്ട് വീട് വലുതാക്കും. ഭർത്താവിനെ കൊണ്ട് ലോൺ എടുപ്പിച്ചിട്ട് കാറ് വാങ്ങിപ്പിക്കും. ഭർത്താവിനെ കൊണ്ട് ലോൺ എടുപ്പിച്ചു വലിയ വിവാഹ മാമാങ്കം. അതാണല്ലോ വികലമാക്കരുത് വിവാഹ വിശുദ്ധി എന്നൊക്കെ പറഞ്ഞെടുത്ത് ഈ മാമാങ്കൊക്കെ ഇവിടെ പരാമർശിച്ചു പോയിട്ടുണ്ടാവുന്നതാണ് ഞാൻ വിചാരിക്കണേ. എന്റെ വിഷയമല്ലാത്തത് കൊണ്ടാണ് ഞാൻ പറയാത്തെ. വലിയ കല്യാണം നടത്തിക്കും അല്ലേ. അങ്ങനെ ഒരുപാട് തെറ്റുകൾ ചെയ്യിപ്പിക്കും. അള്ളാഹു പറയുന്നുണ്ട് സൂറത്തുൽ തഗാബുനിൽ, യാ അയ്യുഹല്ലദീന ആമനു, ഹേ വിശ്വസിച്ചവരെ എന്ന് വിളിക്കുകയാണ് നമ്മളെ. എന്നിട്ട് പറയാണ്, ഇന്ന മിൻ അസ്വാജികും വഔലാദികും അദുവ്വൻ ലക്കും, നിങ്ങളുടെ ഇണകളിലും നിങ്ങളുടെ മക്കളിലും നിങ്ങൾക്ക് ആരുണ്ട്? ശത്രുക്കളുണ്ട്. അത് ആണിനും പെണ്ണിനൊക്കെ ബാധക. പെണ്ണിന് നല്ലൊരു സലഫി മോക്കൻ ഇട്ടിട്ട് ഇറങ്ങുമ്പോ ഈ എവിടുക്ക ഈ വയസ്സന്മാരെ വേഷം ഇട്ടിട്ട് ഇറങ്ങണ്? എന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ കുറച്ച് നല്ല നിലക്ക് വേഷവിധാനൊക്കെ ചെയ്തിട്ട് ഇറങ്ങണമെന്ന് എന്ന് പറഞ്ഞിട്ട് പെണ്ണിനെ വഴി തെറ്റിക്കണ ഭർത്താവുമില്ലേ? ആ ഭർത്താവിനെ ഞാൻ ഈ അടുത്ത് കുറച്ചു കാലം മുമ്പ് ഒരു സ്ത്രീ എന്നോട് ചോദിച്ചത് എന്താണെന്നറിയോ? എനിക്ക് അത്ഭുതമായിപ്പോയി ആ വിഷയം അവർ ചോദിച്ചപ്പോ. അവർ ചോദിക്കാണ്, എന്റെ ഭർത്താവിന് പർദ്ദ ഇടുന്നത് ഇഷ്ടം ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് അദ്ദേഹം മരിക്കുന്നത് വരെ ഞാൻ പർദ്ദ ഇട്ടിട്ടില്ല. സാരി ഉടുക്കണമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ആഗ്രഹം. അതിനെ നല്ലവണ്ണം നല്ല ഉഷാറാക്കി ഉടുക്കണം എന്ന് പറഞ്ഞാൽ എങ്ങനെങ്കിലും ഒന്ന് സാരി ഉടുത്താലും അദ്ദേഹത്തിന് ഇഷ്ടപ്പെടില്ല. മൂടി പുതച്ച രൂപത്തിൽ സാരി ഉടുത്താലും അദ്ദേഹത്തിന് ഇഷ്ടപ്പെടില്ല. അങ്ങനെ അദ്ദേഹം മരിച്ചു. ഇനി ഞാൻ പർദ്ദ ഇട്ട എനിക്ക് കുറ്റം കിട്ടുമെന്നാ ചോദിച്ച്. അപ്പൊ എന്താ അങ്ങനെ ചോദിക്കാൻ കാരണം? അല്ല, ഭർത്താവിന് ഇഷ്ടമില്ലാത്ത ചെയ്യാൻ പറ്റൂലല്ലോ. ഒന്ന് ആലോചിച്ച് നോക്കിയാണ്. ഭാര്യ പറഞ്ഞാലും ഭർത്താവ് പറഞ്ഞാലും ഉമ്മ പറഞ്ഞാലും വാപ്പ പറഞ്ഞാലും ആര് പറഞ്ഞാലും ഇസ്ലാമിനെതിരെ പറഞ്ഞാൽ അനുസരിക്കേണ്ട ആവശ്യമുണ്ടോ നമുക്ക്? അള്ളാന്റെ അനുസരണക്ക് പുറത്ത് മാതാപിതാക്കളെയും ഭർത്താവിനെയും ആരെയും നമ്മൾ എന്ത് ചെയ്യണ്ട? അനുസരിക്കേണ്ടതില്ല. അവരെ നന്നായി പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ട് ഇതെന്റെ അള്ളാഹുവിന്റെ കൽപ്പനയാണ്, അത് ഞാൻ ധിക്കരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് അവിടെ ഇസ്ലാമിക വേഷം ധരിക്കുക വേണ്ടത്. അല്ലാതെ ഭർത്താവിന് ഇഷ്ടപ്പെടില്ല എന്നും പറഞ്ഞിട്ട് പർദ്ദ ഇടാതെ വഫ്ത ഇടാതെ ഒക്കെ നടക്കുന്നത് തെറ്റാണ്. അപ്പോ ഭർത്താക്കന്മാരിലും ഭാര്യമാരിലും മക്കളിലും എല്ലാം എന്തുണ്ട്? അള്ളാഹു പറയുന്നു ഒരുതരം ശത്രുക്കളുണ്ട് എന്ന് പറയുന്നു. ഒരുതരം ശത്രുക്കളുണ്ട്. നല്ല നിലക്ക് നടക്കാൻ ചിലപ്പോ നമ്മുടെ മക്കളുണ്ടല്ലോ, അവര് ഏത് രൂപത്തിലാന്നറിയാം നമ്മളില് നമ്മുടെ ശത്രുക്കളായിട്ട് മാറുന്നത്. അവർക്ക് തോന്നിയ പോലെ നടക്കുക. നമുക്ക് അവരോടുള്ള വാത്സല്യം കൊണ്ട് അവരെ ഒന്ന് നല്ല നിലയിലേക്ക് നയിക്കാൻ പോലും നമ്മൾ തയ്യാറാകുന്നില്ല. നല്ല ഒരു വാക്ക് പറഞ്ഞു കൊടുക്കാൻ പോലും തയ്യാറാകുന്നില്ല. അവരൊക്കെ പുതിയ കാലത്തെ കുട്ടികൾ, നമ്മളെക്കാളും അറിവുള്ളവര്, അവർ പറയുന്നിടത്ത് വല്ല കാര്യം ഉണ്ടാവും എന്ന് വിചാരിച്ച് മിണ്ടാതിരിക്കുകയാണ്. എന്നിട്ട് ആ വീട്ടിൽ തന്നെ ദീനില്ലാതായി പോകുന്ന അവസ്ഥകൾ, എല്ലാ വൃത്തികേടുകളും തോന്നിവാസങ്ങളും വീട്ടിലേക്ക് വിളിച്ചു കൂട്ടിക്കൊണ്ടുവരുന്ന മക്കളുടെ കാലഘട്ടമാണിത്. അവരോട് നീ എന്തിനിങ്ങനെ ചെയ്തു എന്ന് ചോദിക്കാൻ പോലും അവകാശമില്ലാത്ത മാതാപിതാക്കളായിട്ട് നമ്മൾ മാറാൻ പാടില്ല. അവർ തെറ്റ് ചെയ്യുമ്പോ അരുതെന്ന് പറയുവാനുള്ള അധികാരം നമുക്കുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് നമ്മൾ പറഞ്ഞിട്ടില്ല എങ്കിൽ നാളെ നമ്മൾ കുറ്റക്കാരാകും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഫഹ്ദുറൂഹും, അവരെ നിങ്ങൾ എന്ത് ചെയ്യണം? അവരെ നിങ്ങൾ സംസ്കരിക്കണം.
അവരോട് നിങ്ങൾ നല്ല വാക്കുകൾ പറഞ്ഞു കൊടുത്തുകൊണ്ട് അവരെ എന്ത് ചെയ്യണം? അവരെ സൂക്ഷിച്ചുകൊള്ളുവിൻ എന്ന്, അതിൽ നിന്നും അവരെ അകറ്റിക്കൊണ്ട് അവരെ കാത്തു സൂക്ഷിച്ചുകൊള്ളുവിൻ എന്ന് അള്ളാഹു വളരെ കൃത്യമായിട്ട് പറഞ്ഞു തരിക. എന്നിട്ട് അതിന്റെ ശേഷം പറഞ്ഞതാണ് ഏറ്റവും നമ്മുടെ ഹൃദയത്തിൽ സ്പർശിക്കുന്നത്. നമ്മൾ പറഞ്ഞാൽ കേൾക്കാത്ത കുറെ മക്കളുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാത്ത, അല്ലെങ്കിൽ ദീനീപരമായി ജീവിക്കാത്തൊരു ഭർത്താവുണ്ട് നമുക്ക്. ആ ഭർത്താവ് കാരണം നമ്മൾ ഒരുപാട് പ്രയാസപ്പെടുന്നുണ്ട്, മക്കള് കാരണം നമ്മൾ ഒരുപാട് പ്രയാസപ്പെടുന്നുണ്ട്. അതുകൊണ്ട് അവരെ ആരെയും ഉപേക്ഷിക്കണമെന്നോ അവരെയൊക്കെ തള്ളിക്കളയണമെന്നോ അല്ല റബ്ബ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. മറിച്ച് അവരെ നിങ്ങൾ കാത്തു സൂക്ഷിക്കുക, അവരെ നേർപ്പാതയിലേക്ക് നയിക്കുക എന്നൊക്കെ പറഞ്ഞ ശേഷം അള്ളാഹു പറയുന്നത് അവരോട് നിങ്ങൾ എന്ത് ചെയ്യണം? അവർക്ക് വിട്ടുവീഴ്ച ചെയ്യണം, അവർക്ക് പുറത്തു കൊടുക്കണം, അവർക്ക് മാപ്പാക്കി കൊടുക്കണം. അവർ ചെയ്ത എല്ലാ തെറ്റുകളുടെയും പേരില് അവർ തെറ്റ് ചെയ്യുന്നവരാണ്, അവർ തോന്നിവാസികളാണ്, അവർ വൃത്തികേട് ചെയ്യുന്നവരാണ്. അതിന്റെ പേരില് ഇണയെയോ മക്കളെയോ കുടുംബത്തെയോ വെറുക്കണമെന്നല്ല അള്ളാഹു പറയുന്നത്. അവരെ നേർപ്പാതയിലേക്ക് നയിക്കണം, അവർക്ക് നന്മ എന്തെന്ന് പറഞ്ഞു കൊടുക്കണം, അവരെ നല്ലതിലേക്ക് ചേർത്ത് പിടിക്കണം നമ്മള്. പക്ഷെ അവർ തെറ്റ് ചെയ്തു എന്നതിന്റെ പേരിലോ അവർ തോന്നിവാസികളായി നടന്നു എന്നതിന്റെ പേരിലോ അവരെ വെറുക്കണം എന്നുള്ള പറയുന്നില്ല. അവരോട് വിട്ടുവീഴ്ച ചെയ്യണം, അവർക്ക് മാപ്പാക്കി കൊടുക്കണം എന്നുള്ളാഹു പറയുന്നു. അവർക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് അള്ളാഹു പറയുന്നു. അള്ളാഹു ഏറെ പൊറുക്കുന്നവനും ഏറെ കരുണാനിധിയുമാണ് എന്ന് അള്ളാഹു വളരെ കൃത്യമായിട്ട് നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അതുകൊണ്ട് ഏത് രൂപത്തിലാണ് വീട്ടുകാരെ സംസ്കരിക്കേണ്ടത് എന്ന് ഈ ഒരു ആയത്തിൽ തന്നെ ഉണ്ട്. തുടർന്ന് അള്ളാഹു പറയുന്നത് എന്താണെന്നറിയോ? ഇന്നമാ അംവാലുക്കും ഔലാദുക്കും ഫിത്ന. അറിയണേ, മക്കളും ധനവുമൊക്കെ ഒരു പരീക്ഷണമാണ്, ഒരു പരീക്ഷണമാണ്. എത്ര ഉമ്മമാരാന്നറിയോ കരയണത് മക്കളുടെ കാര്യം പറഞ്ഞിട്ട്. എന്തെല്ലാം സംഭവിക്കുന്നു നമുക്കിടയിൽ. മക്കളെ കുറിച്ച് ഓർക്കുമ്പോ തന്നെ ഭയപ്പാടുകളാണ്. അടുത്ത ദിവസം റിപ്പോർട്ട് ചെയ്തത് 9ാം ക്ലാസ്സുകാരി പ്രസവിച്ചപ്പോ ആ 9ാം ക്ലാസ്സുകാരിയുടെ ഗർഭത്തിന്റെ ഉത്തരവാദി ആരായിരുന്നു? 14കാരനായിരുന്നു എന്നുള്ളതാണ്. തോന്നിയതുപോലെ നടക്കുന്ന ചില പ്രണയബന്ധങ്ങളിൽ പെട്ടുപോയിട്ട് അതിൽ നിന്നും ഊരിപ്പോരാൻ കഴിയാതെ ഉമ്മയുടെയും ബാപ്പയുടെയും കാല് പിടിച്ചു കരയാത്രേ പല മക്കളും. വിവാഹം വേണ്ടെന്ന് പറയുമ്പോഴും അപ്പുറത്ത് ഇങ്ങനെ ഒരു അവസ്ഥയുണ്ട്. ഇതൊക്കെ പറഞ്ഞ് കരയുന്ന ഉമ്മമാരുണ്ട്, ബാപ്പമാരുണ്ട്. നമ്മൾ പറഞ്ഞാൽ കേൾക്കണ കാലമല്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അവരറിയുക, ഞാനും നിങ്ങളും അറിയുക, മക്കളും ധനവും എന്ന് പറയുന്നത് അത് അള്ളാഹുവിന്റെ അനുഗ്രഹമാണെന്നാൽ അതോടൊപ്പം അതൊരു പരീക്ഷണമാണ്. അതൊരു പരീക്ഷണമാണ്. അതിലാർക്കെങ്കിലും വേദനകളോ സങ്കടങ്ങളോ ഉണ്ട് എങ്കിൽ അവർ സങ്കടപ്പെടേണ്ടതില്ല, അവർ നിരാശപ്പെടേണ്ടതില്ല. വല്ലാഹു ഇൻദഹു അജ്റുൻ അളീം. അല്ലാഹുവിന്റെ അടുക്കലാണ് ഏറ്റവും ഉന്നതമായ പ്രതിഫലവും സൗഭാഗ്യവും ഉള്ളത് എന്ന് നമ്മൾ അറിയേണ്ടതുണ്ട്. ഏറ്റവും ഉന്നതമായ പ്രതിഫലമുള്ളത് അല്ലാഹുവിന്റെ അടുക്കലാണ്. അതുകൊണ്ട് സങ്കടപ്പെടേണ്ടതില്ല, പ്രയാസപ്പെടേണ്ടതില്ല. ഈ രൂപത്തിൽ നമ്മുടെ ആരുടെയെങ്കിലും വീട്ടില് ഏതെങ്കിലും പ്രശ്നങ്ങൾ നിലകൊള്ളുന്നുണ്ട് എങ്കിൽ നമ്മൾ ഓരോരുത്തരും എന്ത് ചെയ്യണം? അവരെ നേർപ്പാതയിലേക്ക് പറഞ്ഞു നയിക്കുകയും നമ്മൾ ചെയ്യേണ്ട ബാധ്യത നമ്മൾ നിർവഹിച്ച ശേഷം അവർക്ക് വേണ്ടി ആത്മാർത്ഥമായി നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്യണം. നമ്മുടെ പ്രാർത്ഥന ഒരിക്കലും അല്ലാഹു സ്വീകരിക്കാതിരിക്കില്ല. അല്ലാഹു പറയുന്നുണ്ടല്ലോ, റബ്ബുക്കും ഉദ്ഊനി അസ്തജിബ് ലക്കും. നിങ്ങൾ എന്നോട് ദുആ ചെയ്യൂ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകും. അത് അല്ലാഹുവിന്റെ വാഗ്ദാനമാണ്. ഉടനെയൊന്നും ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടിയിട്ടില്ല എങ്കിലും മനസ്സുനൊന്ന് കണ്ണു നിറഞ്ഞ് സ്വന്തം മക്കൾക്ക് വേണ്ടി, ഇണകൾക്ക് വേണ്ടി കൈകൾ ഉയർത്തപ്പെടുന്നവരുടെ കൈകൾ തട്ടിയകറ്റപ്പെടില്ല. പടച്ച റബ്ബ് അത് സ്വീകരിക്കാതിരിക്കില്ല. നമ്മൾ പോലും ഓർക്കാത്ത മാർഗങ്ങളിലൂടെ അതിനുത്തരം ലഭിക്കപ്പെടുമെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഏതെങ്കിലും തരത്തിലുള്ള പരീക്ഷണങ്ങൾ നമ്മൾ നേരിടുന്നുവെങ്കിൽ നിരാശരാകരുത്, സങ്കടപ്പെടരുത്. എന്റെ വിധി ഇതായല്ലോ എന്നുള്ള അല്ലാഹുവിന്റെ വിധിയെ പഴിക്കരുത്. മറിച്ച് അല്ലാഹുവോട് നമ്മൾ എന്ത് ചെയ്യാം? നമ്മൾ ഓരോരുത്തരും ദുആ ചെയ്യുകയും എന്നിട്ട് അവരെ നേർപ്പാതയിലേക്ക് നയിക്കുകയും ചെയ്യുക. തീർച്ചയായും അവരിന്നല്ലെങ്കിൽ നാളെ അല്ലാഹുവിന്റെ വഴിയിലൂടെ, അല്ലാഹു കാണിച്ചു തന്ന മാർഗത്തിലൂടെ എത്തപ്പെടുക തന്നെ ചെയ്യും എന്നുള്ളതാണ്. അല്ലെ, ഒരിക്കല് ഒരു സഹോദരൻ പറഞ്ഞ ഒരു സംഭവമുണ്ട്.
ഒരാൾ എന്നോട് പറഞ്ഞു തന്നതാണ് അദ്ദേഹത്തിന്റെ കഥ. ഒരു പള്ളിയിൽ ഇരുന്നിട്ട് ഒരു അസർ നമസ്കാരത്തിന്റെ മുമ്പ് ആ മനുഷ്യൻ ഇങ്ങനെ ഖുർആൻ ഓതുന്നുണ്ട്. വഅദിൻ ബാങ്ക് വിളിക്കാൻ വേണ്ടി വന്നപ്പോ ഇങ്ങനെ ആൾ ആദ്യമായിട്ട് കാണുക. അദ്ദേഹം ചോദിച്ചു, നിങ്ങൾ ഇവിടെ ഒന്നും കണ്ടിട്ടില്ലല്ലോ, ആരാണ് നിങ്ങൾ? അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇതിലെ കാറോടിച്ചു പോയപ്പോ കയറിയതാണ്, അസറിന്റെ സമയമായല്ലോ. അങ്ങനെയുള്ള സമയങ്ങളിൽ പള്ളിയിൽ കയറിയിരുന്ന് ഖുർആൻ ഓതുക എന്നുള്ളത് എനിക്ക് വല്ലാത്ത സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. എന്നിട്ട് അദ്ദേഹം ഈ മനുഷ്യന്റെ മുമ്പിൽ ഖുർആൻ ഇങ്ങനെ പൂട്ടിവെച്ചിട്ട് സ്വന്തം കഥ പറഞ്ഞു കൊടുക്കുകയാണ്. അദ്ദേഹം പറയാ, എനിക്ക് 49 വയസ്സ് പ്രായമുള്ള കാലത്ത് എന്റെ ഉമ്മ മരിച്ചുപോയി. അതിന്റെ തൊട്ടു മുമ്പ് വരെ എന്റെ ഉമ്മ ഓരോ ദിവസവും എന്നെ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ടായിരുന്നു, മോനെ കൃത്യമായി നമസ്കരിക്കണമെന്ന്. ഞാൻ നല്ല പ്രായത്തിൽ എന്റെ പിതാവിന്റെ കൂടെ ബിസിനസ്സിലേക്ക് കാലെടുത്ത് വെച്ച മനുഷ്യനാണ്. അതെനിക്ക് വല്ലാത്തൊരു ത്രില്ലായിരുന്നു, നല്ല രൂപത്തിൽ ബിസിനസ് ചെയ്യുക എന്നുള്ളത്. ആ ഒരു ഹരത്തിന്റെ ഇടയിൽ പലപ്പോഴും ഞാൻ നമസ്കാരം ഉപേക്ഷിച്ചു. ചിലപ്പോൾ ചില ദിവസങ്ങളിൽ തീരെ ഞാൻ നമസ്കരിക്കാറുണ്ടായിരുന്നില്ല. അങ്ങനെ നമസ്കാരവുമായിട്ടും ദീനീ കാര്യങ്ങളുമായിട്ടും വിട്ടുനിന്ന എന്നോട് എന്റെ ഉമ്മാക്ക് വല്ലാത്ത വേദനയായിരുന്നു. 49 വയസ്സാകുമ്പോ ആ ഉമ്മ മരിക്കുന്നുണ്ട് എങ്കിൽ, മകന് 49 വയസ്സാകുമ്പോ ഉമ്മ മരിക്കുന്നുണ്ട് എങ്കിൽ, ആ 49ാമത്തെ വയസ്സ് വരേക്കും ഉമ്മ ആ മകനെ യാതൊരു നിരാശയും കൂടാതെ ഉപദേശിക്കുമായിരുന്നു അത്രേ, ഉമ്മാന്റെ മോൻ കൃത്യമായി നിസ്കരിക്കണട്ടോ എന്ന്. അദ്ദേഹം പറയാ, അന്ന് രാവിലെ ഉമ്മ മരിച്ച അന്ന് രാവിലെ ഞാൻ ഭക്ഷണം കഴിക്കുമ്പോ ഉമ്മ എന്റെ അടുത്ത് വന്നു നിന്നു, എന്റെ പുറത്ത് തലോടി, എന്റെ മൂർധാവിൽ തലോടി, എന്നിട്ട് എന്നെ ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, ഉമ്മാന്റെ കുട്ടി നിസ്കരിക്കണം കേട്ടോ. അന്ന് രാത്രി ഞാൻ ജോലിയൊക്കെ കഴിഞ്ഞു വന്ന് ഉമ്മയുടെ അടുത്ത് പോയി, ഉമ്മ നേരത്തെ കിടന്നുറങ്ങും, ഉമ്മയുടെ അടുത്ത് പോയി സലാം പറഞ്ഞു, ഉമ്മ സലാം അടക്കി. അത് ഉമ്മ ചെറുപ്പത്തിലേ ഉണ്ടാക്കിയിട്ടൊരു ശീലമാണ്. അങ്ങനെ ഞാൻ കിടന്നുറങ്ങിയതാ. ഉമ്മക്ക് എന്തോ ബുദ്ധിമുട്ടുണ്ടെന്ന് എന്റെ ഭാര്യ പറഞ്ഞു, ഉമ്മയുടെ റൂമിൽ നിന്ന് എന്തോ ശബ്ദം കേൾക്കുന്നുണ്ട്. ആ ദിവസം ഉമ്മയുടെ മരണം സംഭവിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്നിട്ട് ആ ഉമ്മയുടെ മയ്യത്തുമായിട്ട് ഖബർസ്ഥാനിലേക്ക് കടന്നു ചെന്ന് പള്ളിയിലേക്ക് ആ മയ്യത്തെടുത്തു വെച്ച് എല്ലാവരും മയ്യത്ത് നമസ്കരിക്കാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ആ മനുഷ്യന് മനസ്സിലാകുന്നത്, മയ്യത്ത് നമസ്കാരത്തിന്റെ പ്രാർത്ഥനയൊക്കെ ഞാൻ മറന്നുപോയിട്ടുണ്ട്. അതിലൊന്നും ഒരു ശ്രദ്ധയും കൊടുക്കാതെ ജീവിച്ച മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ പെങ്ങളുടെ മകൻ വന്നിട്ട് കൈപ്പിടിച്ച് ബാക്കിലേക്ക് നിർത്തിയിട്ട് പറഞ്ഞു, ത്രക്ക ഞാൻ നിൽക്കാട്ടോ ഇമാമായിട്ട്. അങ്ങനെ പെങ്ങളുടെ മകൻ ഇമാമായിട്ട് പിന്നില് അവസാനത്തെ പ്രാർത്ഥന ചൊല്ലാൻ കിട്ടാതെ വിങ്ങിപ്പെട്ടി ആ മനുഷ്യൻ നിന്നപ്പോ അവസാനം ഉമ്മയെ ഖബറടക്കി എല്ലാവരും തിരിച്ചു പോന്നപ്പോ വല്ലാത്ത ഹൃദയഭാരത്തോടെ ഞാൻ ആ ഖബറിന്റെ അടുക്കൽ ഇങ്ങനെ നിന്നു. എന്നിട്ട് പള്ളിയിലേക്ക് കയറി. എല്ലാവരും പോയി കഴിഞ്ഞിരുന്നു, പള്ളി വിജനമാണ്, ആരുമില്ല. ഞാനൊരു ഖുർആൻ കയ്യിലെടുത്തു, എന്നിട്ട് ഞാനത് മറിച്ചു. ഉമ്മ കുഞ്ഞുനാളില് കൈവെച്ച് എന്നെ ഖുർആൻ പഠിപ്പിച്ച രംഗം എനിക്ക് ഓർമ്മ വന്നു. എന്റെ മുന്നിൽ കിട്ടിയ ഒരു സൂറത്ത് ഞാൻ എങ്ങനെ പാരായണം ചെയ്യാൻ തുടങ്ങി. ഏത് സൂറത്താണെന്ന് പോലും നോക്കിയിട്ടില്ല. ഒരു കാര്യം എനിക്ക് മനസ്സിലായി, തെറ്റുകൂടാതെ ഖുർആൻ ഓതാൻ പോലും എനിക്ക് കഴിയുന്നില്ല എന്ന്. പെട്ടെന്നാണ് വളരെയധികം മനോഹരമായി ഓതാൻ കഴിയുന്ന ഒരായത്ത് എന്റെ കൺമുൻപിൽ പെട്ടത്. ആ ആയത്തിന്റെ ശകലം ഇപ്രകാരമായിരുന്നു, റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സ്വഗീറ. അല്ലാഹു അദ്ദേഹത്തിന്റെ മുന്നിലേക്ക് ഇട്ടുകൊടുത്ത ആയത്ത്. ആ ഒരു ആയത്ത് പാരായണം ചെയ്തപ്പോ സഹിക്കവയ്യാതെ എന്റെ കണ്ണുകൾ നിറഞ്ഞ് കണ്ണുനീർ ഖുർആനിലേക്ക് ഉറ്റു വീണ് ആ ഖുർആൻ അവിടെ മടക്കി വെച്ചിട്ട് ഞാൻ എഴുന്നേറ്റ് പോരുമ്പോ എന്റെ ഉള്ളിൽ ഒരു പ്രതിജ്ഞ ഉണ്ടായിരുന്നു. കൃത്യമായി നമസ്കരിച്ച് ഉമ്മ ബാപ്പമാർക്ക് വേണ്ടി ദുആ ചെയ്ത് ഇനിയുള്ള കാലം എനിക്ക് നല്ലൊരു മനുഷ്യനായി ജീവിക്കണം. നോക്കൂ, ഇത് ഞാൻ പറഞ്ഞത് എന്തിനാണെന്നറിയോ? നമ്മൾ ദുആ ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഒരിക്കലും അല്ലാഹു അത് തട്ടിക്കളയുകയില്ല. ഒരുപക്ഷേ നമ്മൾ പോലും അറിഞ്ഞിട്ടില്ലെങ്കിലും ഇന്ന് ആ ഖബറിന്റെ അകത്തളങ്ങളിൽ ആ ഉമ്മ അറിയുന്നുണ്ടാകും. ഏതു നേരത്തും ഹൃദയം നൊന്ത് റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറ എന്ന് ആ മകൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയെ കുറിച്ച് ഒരുപക്ഷെ അതിന്റെ ഒരു തണുപ്പ് ഉമ്മ ഇപ്പൊ അനുഭവിക്കുന്നുണ്ടാകും എന്നുള്ളതാ. അതുകൊണ്ട് മക്കളോ കുട്ടികളോ ഏതെങ്കിലും രൂപത്തിൽ ദുഷിച്ചു പോകുന്നുവെങ്കിലും നിരാശപ്പെടുകയല്ല. അവരോട് പറച്ചിലുകൾ പറഞ്ഞു മതിയാക്കി എനിക്ക് പറയാൻ കഴിയില്ല എന്ന് പറയല്ല, മറിച്ച് അവരോടുള്ള ഉപദേശം നിർത്താതിരിക്കുക, സ്നേഹത്തോടെ അവരെ ചേർത്ത് പിടിക്കുക, അവരോടൊന്നും നന്മയെ ഉപദേശിച്ചു കൊള്ളുക, അവർക്ക് വേണ്ടി ദുആ ചെയ്തു കൊള്ളുക എന്നുള്ളതാ.
പക്ഷെ നമ്മുടെയൊക്കെ അവസ്ഥ ഈ ഒരു ആയത്തുണ്ടല്ലോ, ഭാര്യയിലും ഇണകളിലും മക്കളിലും നിങ്ങൾക്ക് ശത്രുക്കളുണ്ടെന്ന് പറഞ്ഞ് അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്ന ആ സൂറത്തിന്റെ തൊട്ടു മുമ്പത്തെ സൂറത്താണ് സൂറത്തുൽ മുനാഫിഖൂൻ. ആ സൂറത്ത് അള്ളാഹു അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണെന്നറിയോ? ആ സൂറത്തിൽ അള്ളാഹു നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്, യാ അയ്യുഹല്ലദീന ആമനു, ഹേ സത്യവിശ്വാസികളെ, ലാ തുൽഹികും അംവാലുകും വലാ ഔലാദുകും അൻ ദിക്രില്ലാഹ്, മക്കളെയും കുട്ടികളെയും ഓർത്തുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിന്റെ സ്മരണയിൽ നിന്നും വിട്ടകന്നു പോകരുത്. കുട്ടികൾക്ക് വേണ്ടിയിട്ട് ദുനിയാവ് വെട്ടിപ്പിടിക്കുവാനുള്ള വ്യഗ്രതയിൽ ഓടുമ്പോ അള്ളാഹുവിനുള്ള ഇബാദത്തുകൾ മറക്കുകയോ അള്ളാഹുവോടുള്ള ബാധ്യതകൾ മറക്കുകയോ ചെയ്യരുത്. ധനവും മക്കളും കുട്ടികളും ഒന്നും തന്നെ പരലോകം മറക്കുന്നതിന്, അള്ളാഹുവിനെ മറക്കുന്നതിന് കാരണമായി തീരരുത്. അപ്രകാരമെങ്ങാനും നിങ്ങൾ പ്രവർത്തിച്ചാൽ നിങ്ങൾ ഏറ്റവും നല്ല നഷ്ടക്കാരായിട്ട് തീരും. എന്നിട്ട് അള്ളാഹു പറയുന്നു, ഒരു മനുഷ്യന്റെ മുമ്പില് മരണം വന്നെത്തുന്നതിന് മുമ്പ് നിങ്ങൾ ദാനം ചെയ്യണേ. എന്താ പറയുന്നത് എന്നറിയോ? എന്റെ കുട്ടികൾ നല്ല സുഖമായിട്ട് ജീവിക്കട്ടെ, അറ്റുകളിൽ ദാരിദ്ര്യം അനുഭവിക്കാതിരിക്കട്ടെ, അവറ്റകൾക്കൊരു പ്രയാസവും സംഭവിക്കാതിരിക്കട്ടെ എന്നാലോചിച്ച് ധനം കെട്ടിപ്പൂട്ടി വെക്കുന്നതിന് മുമ്പ്, നിങ്ങളുടെ മരണം വന്നെത്തുന്നുണ്ട്, ആ ധനത്തിൽ നിന്നെടുത്ത് നിങ്ങൾ ദാനധർമ്മം ചെയ്യുക. നിങ്ങൾക്ക് വേണ്ടിയുള്ളത് നിങ്ങൾ നിർവഹിച്ചു കൊള്ളുക. കാരണം അല്ലാഹു പറയുന്നു, ആ മരണം നിങ്ങളുടെ മുമ്പിൽ വന്നെത്തിയാൽ ഫയഖൂൽ, അപ്പോൾ അവർ പറയും, ഓരോ മനുഷ്യനും പറയും, ദുനിയാവ് വെട്ടിപ്പിടിക്കുന്നതിന്റെ ഇടയിൽ പരലോകത്തിന് വേണ്ടി ദാനം ചെയ്യാൻ തയ്യാറാവാത്ത മനുഷ്യർ പറയും, റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ്, അല്ലാഹുവേ ഒരല്പസമയം നീ എനിക്കൊന്ന് നീട്ടി തന്നു കഴിഞ്ഞാൽ ഫഅസ്വദ്ദഖ വഅകുൻ മിനസ് സ്വാലിഹീൻ, ഞാൻ എന്തെങ്കിലും എടുത്ത് ദാനം ചെയ്തിട്ട് ഞാനൊരു നല്ല മനുഷ്യനായി തീരട്ടെ, എന്റെ മക്കൾക്ക് ഒരുപാട് കാലം അനുഭവിക്കാമെന്ന് വിചാരിച്ച് ഞാൻ എടുത്തു വെച്ച ധനമുണ്ട് എന്റെ അലമാരിയില്, എന്റെ ലോക്കറില്, എന്റെ ബാങ്ക് ബാലൻസ് ഇത്രത്തോളം ഞാൻ എടുത്തു വെച്ചത് അതെന്റെ മക്കൾക്ക് ഉപകരിക്കുമെന്ന് വിചാരിച്ചായിരുന്നു. പക്ഷേ എന്റെ കാര്യം കഷ്ടമാണെന്ന് എനിക്ക് ബോധ്യപ്പെടുന്നുണ്ട് റബ്ബേ. അതുകൊണ്ട് ഒരല്പസമയം നീട്ടി തന്നാൽ എനിക്ക് ദുനിയാവിൽ ഇനിയും കുറച്ചു കാലം കൂടി ജീവിക്കാലോ എന്ന് ആഗ്രഹിച്ചിട്ടല്ല റബ്ബേ, എനിക്ക് അതിൽ നിന്ന് വല്ലതും എടുത്ത് ദാനം ചെയ്യാൻ സാധിച്ചാൽ ഞാൻ ഒരിക്കലും നല്ല മനുഷ്യനാകാൻ സാധിക്കുമല്ലോ എന്ന് ഓർത്തുകൊണ്ട് അദ്ദേഹം ഏതൊരു മനുഷ്യനും മരണസമയത്ത് അത് പറയുന്ന. അപ്പൊ ഇതെന്താ ബോധ്യപ്പെടുത്തി തരുന്നറിയോ? നമ്മൾ മക്കളെ സ്നേഹിച്ച്, കുടുംബത്തെ സ്നേഹിച്ച്, മറ്റുള്ളവർക്കൊരു സഹായം പോലും ചെയ്യാതെ കഷ്ടപ്പെടുന്നവരുടെ കഷ്ടപ്പാടുകൾ കാണാതെ നമ്മൾ ദുനിയാവിന്റെ ആർത്തിയോടെ ജീവിക്കുന്നവർ നാളെ നെടും ഖേദം ആ മലക്കുൽ മൗത്ത് മുന്നിൽ വരുമ്പോ തന്നെ പ്രകടിപ്പിക്കുമെന്ന കൃത്യമായ ബോധം. അതുകൊണ്ട് മക്കളിലും ഇണകളിലുമൊക്കെ നമുക്ക് ശത്രുക്കളുണ്ട്. നേരായ മാർഗത്തിൽ നിന്നും നമ്മളെ അവർ തടയുന്നുണ്ട് എങ്കിൽ ദാനധർമ്മം ചെയ്യുന്നതില്, നമസ്കരിക്കുന്നതില് എന്തിനധികം പറയുന്നു, ഭർത്താവിന് ഇഷ്ടമില്ല എന്ത്, ഞാൻ നേരത്തെ പറഞ്ഞ നല്ല വേഷം ധരിക്കുന്നത്, അതേപോലെ മക്കള് അവര് സ്കൂളിൽ വിട്ട് വരാനുണ്ട്, അവർക്ക് കോളേജിൽ പോകാനുണ്ട്, ഇതൊന്നും പറഞ്ഞിട്ട് പള്ളിയിൽ പോകൂല, ക്ലാസ്സിന് പോകൂല. പരലോകത്തിൽ നിന്നും, നമ്മുടെ പരലോക വിഭവങ്ങളിൽ നിന്നും നമ്മുടെ കുടുംബം നമ്മളെ തടയുന്നുണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരും ജാഗരൂകരാകുക. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയം എന്താണെന്നറിയോ? എല്ലാവർക്കുള്ള പരാതിയാണ്. എങ്ങനെ പറഞ്ഞാലും ഏതൊക്കെ രൂപത്തിൽ നോക്കിയാലും കുട്ടികളും മക്കളൊന്നും ഇപ്പോ നന്നാകുന്നില്ല എന്നൊരു പരാതിയുണ്ട്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, നമ്മുടെ മക്കളെയൊക്കെ നന്നാക്കിയെടുക്കാനുള്ള ഏറ്റവും നല്ലൊരു ടൂൾ എന്താണെന്നറിയോ? നേരത്തെ ഷാഹിദിന്റെ പ്രഭാഷണം അതൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, എന്നാലും ഒരിക്കൽ കൂടി ഞാൻ പറയുകയാണ്. നമ്മൾ നേരായ മാർഗത്തിലേക്ക് അവരെ വിളിക്കുമ്പോൾ അവരതിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ അകമഴിഞ്ഞ സ്നേഹം നമ്മളിൽ നിന്നുണ്ടാകണം. ഇന്നത്തെ സമൂഹം അനുഭവിക്കുന്ന ദാരിദ്ര്യം സ്നേഹദാരിദ്ര്യമാണ്. ആ സ്നേഹദാരിദ്ര്യം നമുക്കുണ്ടാകാൻ പാടില്ല. നമ്മൾ ഓരോരുത്തരും ഈ കുടുംബ സദസ്സിലിരുന്ന് ചിന്തിക്കേണ്ടത്, എന്റെ സ്നേഹം ലഭിക്കപ്പെടാത്ത ആരെങ്കിലും എന്റെ വീട്ടിലുണ്ടോന്നാ. നമ്മൾ ഈ സ്നേഹം മറ്റുള്ളവർക്ക് കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ അപ്പൊ ആലോചിക്കാൻ എന്താ അറിയോ? അതിനെ പറഞ്ഞ പോലെ തന്നെ എന്റെ ഭർത്താവിന്റെ അടുത്ത് എനിക്ക് കൃത്യമായ സ്നേഹം കിട്ടണില്ല, എന്റെ മക്കൾ എന്നെ നല്ലപോലെ സ്നേഹിക്കണില്ല, ഇങ്ങനെ നമ്മൾക്ക് പരാതിയാ. അതൊഴിവാക്കുക. എന്നിൽ നിന്നും സ്നേഹം കിട്ടാതെ വിഷമിക്കുന്നവരാരെങ്കിലും എന്റെ വീട്ടിലുണ്ടോന്നൊന്ന് ആലോചിക്കുക. അതൊന്ന് ആലോചിക്കുക. നമ്മുടെ സ്നേഹത്തിന്റെ ഏറ്റവും അടുത്ത അവകാശി ആരാന്നറിയോ? അത് നമ്മുടെ ഇണയാണ്. അദ്ദേഹമാണ് നമ്മുടെ സ്നേഹത്തിന്റെ ഏറ്റവും അടുത്ത അവകാശി. ആ മനുഷ്യന് ആ സ്നേഹം അനുഭവിക്കുന്നില്ല എങ്കിൽ നമ്മൾക്കൊരിക്കലും നീതി പാലിക്കാൻ സാധിച്ചു എന്ന് പറയാനാവുകയില്ല. നേരത്തെ പറഞ്ഞതുപോലെ, ഷാഹിദ് മുസ്ലിം ഫാറൂഖ് ഇവിടെ പറഞ്ഞതുപോലെ,
നമ്മൾ അവരുടെ ശത്രുക്കളായിട്ട് മാറുക, അവർക്ക് ബുദ്ധിമുട്ടുകൾ അധികരിപ്പിച്ചു കൊടുക്കുക, അവർക്ക് പ്രയാസങ്ങൾ അധികരിപ്പിച്ചു കൊടുക്കുക. അതിന് പകരം സാന്ത്വനമാകാൻ, സ്നേഹമാകാൻ, തണലാകാൻ നമ്മൾക്ക് സാധിക്കണം. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കഥയിൽ ചരിത്രത്തിൽ നമുക്ക് കാണാമല്ലോ, ആയിഷ റളിയല്ലാഹു അൻഹയും ഖദീജ ബീവിയും ഒക്കെ റസൂലുള്ളാഹിക്ക് എത്രത്തോളം തണല് പകർന്നു നൽകിയിട്ടുണ്ട് അവിടുത്തെ ഭാര്യമാർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തിന്റെ വർഷങ്ങൾക്ക് ശേഷവും ഖദീജ ബീവിയെ കുറിച്ച് പ്രണയത്തോടെ അല്ലാതെ ഓർത്തിട്ടില്ല. അതേപോലെ തന്നെ ആയിഷ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്താകുമ്പോൾ വെറും 18 വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന ആയിഷ ബീവി നീണ്ട 40 വർഷം ഭൂമിയിൽ ദീനീ പ്രബോധനവുമായിട്ടാണ് ജീവിച്ചത്. ജനങ്ങൾക്ക് ദീൻ പഠിപ്പിച്ചു കൊടുത്താ ജീവിച്ചത്. ആ കാലഘട്ടത്തില് ആളുകൾ വന്ന് ചോദിക്കുന്നുണ്ട് പ്രിയപ്പെട്ട ആയിഷ റളിയല്ലാഹു അൻഹയോട്, എന്തായിരുന്നു പ്രവാചകന്റെ സ്വഭാവം എന്ന്. ആ സമയത്ത് ആയിഷ റളിയല്ലാഹു അൻഹ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് റസൂലുള്ളാഹിന്റെ സ്വഭാവം ഖുർആനായിരുന്നു എന്ന്. അത് പറയുമ്പോൾ ആയിഷ ബീവിയുടെ മനസ്സിലേക്ക് കടന്നു വന്ന ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാകും, ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാകും. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് റസൂലുള്ളാഹി കാണിച്ചിട്ടുള്ള ആദരവും സ്നേഹവും ചരിത്രത്തിലെമ്പാടും കിടക്കുന്നുണ്ട്. പറയാൻ എന്റെ സമയപരിധി എന്നെ സമ്മതിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, അതെല്ലാം നമ്മളൊന്ന് ഓർത്തെടുക്കുക. അങ്ങനെയുള്ള സ്നേഹത്തിന്റെ അവകാശികളായിട്ട് നമ്മൾ മാറുക. സ്നേഹം പകർന്നു നൽകാൻ കഴിയുന്ന ഇണകളായിട്ട് ആണിനും പെണ്ണിനും തന്റെ ഇണകൾക്ക് സമൃദ്ധമായ സ്നേഹം നൽകാൻ സാധിച്ചാൽ തീരുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ നമ്മുടെ ഒക്കെ വീട്ടില്, അല്ലേ? നമ്മളൊക്കെ എപ്പോഴും പറയും, പല പരാതികളുണ്ട്, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അത് പറയുകയാണെങ്കിൽ ദീർഘിച്ചു പോകും. പക്ഷേ അതിനൊക്കെ പകരം ഒരൊറ്റ സാന്ത്വനം മതി. സാരല്ലടി എന്ന് പറയാൻ, നിനക്ക് ഞാനില്ലേ എന്ന് ചോദിക്കാൻ, നിനക്ക് സങ്കടായോ എന്ന് ചോദിക്കാൻ. അത് ചോദിക്കാൻ ഒരു ഇണ കൂടെ ഉണ്ടെങ്കിൽ എല്ലാ പ്രശ്നങ്ങളും വീട്ടിൽ പരിഹരിക്കപ്പെടും. മക്കളെ കുറിച്ച് നമ്മളിങ്ങനെ പരാതി പറയുമ്പോൾ ഭർത്താവ് പറയാ നീ വളർത്തിയതല്ലേ എന്ന്, നമ്മൾ പറയാ നിങ്ങളല്ലേ വഷളാക്കിയത് എന്ന്. അതിന് പകരം പരസ്പരം ഒന്ന് ചേർത്ത് പിടിച്ച് നമ്മുടെ കുട്ടിയല്ലേ, സാരല്ല, നമുക്ക് പുറത്തു കൊടുക്കാം, നമുക്ക് നല്ലത് പറഞ്ഞു കൊടുക്കാം. ഇതിണകൾ പരസ്പരം ഒന്ന് പറഞ്ഞാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. പക്ഷെ കോലാഹലങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ സ്നേഹത്തിന്റെ അവകാശികളായി പിന്നെ വരുന്നത് നമ്മുടെ മക്കളാണ്. മക്കൾ പോലും പറയുന്നില്ല നമ്മൾ അവരെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് എന്ന്. നമ്മൾ പറയുന്നു നാം മക്കളെ ഒരുപാട് സ്നേഹിക്കുന്നു എന്ന്. ഒരിക്കല് ഒരു പ്രണയച്ചതിയിൽ അകപ്പെട്ട ഒരു കുട്ടി അതിനെക്കുറിച്ച് എന്നോട് ഇങ്ങനെ പറയണ്ടായ സംഭവം ഒന്നും ഞാൻ വിശദീകരിക്കണില്ല. ഞാൻ പറഞ്ഞു, മോളെ, ഇതെല്ലാം പറയേണ്ടത് എന്നെ പോലുള്ളവരോടല്ല, മറിച്ച് നിന്റെ ഉമ്മയോടാണ്, നിന്റെ ഉപ്പയോടാണ്. അവർ രണ്ടുപേരുമാണ് ഇത് പരിഹരിച്ചു തരേണ്ടത്. അവൾ പറഞ്ഞു ഉപ്പ ഗൾഫിലാണ്, പക്ഷേ ഉമ്മനോടൊന്നും പറയാൻ പറ്റൂല. അതെന്താ മോളെ? ഉമ്മനോട് എന്ത് പറഞ്ഞാലും ഉമ്മാച്ചി അതൊക്കെ നെഗറ്റീവായിട്ട് എടുക്കുള്ളൂ, വെറുതെ പ്രശ്നം ഉണ്ടാക്കും വീട്ടില്. അതുകൊണ്ട് ഉമ്മയോട് എന്തെങ്കിലും പറയാൻ എനിക്ക് ഭയമാണ് എന്ന് ആ മോള് പറയുകയാണ്. എന്നിട്ട് അവള് പറഞ്ഞു, ഉമ്മച്ചിന്റെ അടുത്ത് ഇരിക്കാൻ തന്നെ എനിക്ക് ഇഷ്ടമില്ല. എന്താ? ഒന്ന് കഴിഞ്ഞ രണ്ടാമത്തെ എന്റെ ഉപ്പച്ചിനെ കുറ്റം പറയും. എന്റെ വാപ്പ അങ്ങനല്ലേ, എനിക്ക് നന്നാവോ? അല്ലെ? നമുക്കൊക്കെ ഇടയിലുള്ള ഒരു പ്രയോഗമാണ്. ചിലപ്പോ പറയും ആ വല്യമ്മാന്റെ പേരക്കുട്ടിയല്ലേ, അത്രയൊക്കെ തന്നെ എന്റെ അടുത്ത് പ്രതീക്ഷിച്ചാൽ മതി. പാപ്പന്റെ ഉമ്മനെ, ഉമ്മച്ചിക്ക് അവിടെ കുറ്റമില്ലാത്ത ആരുമില്ല, അയൽവാസികളെ പോലും ഉമ്മച്ചിക്ക് കുറ്റമാണ്. ഞാൻ ആ കുട്ടി അതിങ്ങനെ പറയുമ്പോ ആലോചിക്കുക, നമ്മളൊക്കെ ഒരു സ്വഭാവമാണ്. എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ എല്ലാരെയും അങ്ങോട്ട് കുറ്റപ്പെടുത്തും. വീട്ടിലാകെ മുന്തിയ ഒരൊറ്റ മനുഷ്യനേ ഉള്ളൂ, അത് ആരാ അറിയോ? നമ്മള് സൂപ്പറാ, ബാക്കി എല്ലാരും മോശക്കാരാ. അവരങ്ങനെ ആയതുകൊണ്ട്, ഇവരിങ്ങനെ ആയതുകൊണ്ട്, അവരത് പറഞ്ഞതുകൊണ്ട്, ഇവരിത് ചെയ്തത് കൊണ്ട് എന്ന് പറഞ്ഞ് സർവരെയും കുറ്റപ്പെടുത്തുന്ന ഒരു പ്രവണത. ഈ സ്വഭാവം കൊണ്ട് മാറ്റിയാൽ തന്നെ ഭർത്താവിന് നമ്മളെ ഇഷ്ടമായിരിക്കും, മക്കൾക്കും നമ്മളെ ഇഷ്ടമായിരിക്കും, നമ്മുടെ കൂടെ ഇരിക്കാൻ, നമ്മുടെ സംസാരം കേൾക്കാൻ ഒക്കെ അവർക്ക് ഇഷ്ടമായിട്ട് മാറും. അതുകൊണ്ട് കുട്ടികളെ കുറിച്ച് പോലും പലപ്പോഴും പരാതിയാ. ചില ഉമ്മമാരൊക്കെ പറയും, ഞാൻ എല്ലായിടത്തും പറയാറുണ്ട്, ഒന്ന് പെണ്ണ് കെട്ടിയാൽ അതൊക്കെ നിർത്തിക്കട്ടോ. ഇപ്പൊ പല കുട്ടികളും പറയുന്നത് ആ വീട്ടിൽ പോയ ആ ഭർത്താവിന്റെ ഉമ്മ ഒന്നിനും സമ്മതിക്കില്ല എന്ന് എല്ലാരും പറയണത്. അതുകൊണ്ട് എനിക്ക് കല്യാണത്തിന് പേടിയുന്ന. അതുകൊണ്ട് നമ്മളൊക്കെ ഇനി നല്ല ഫ്രണ്ട്ലി അമ്മായി ഉമ്മമാരായിട്ട് മാറണം, എന്നാലേ ഇനി നമ്മളെ മക്കൾക്ക് പെണ്ണ് കിട്ടുള്ളൂ. അതൊരു വസ്തുതയാണ്. അപ്പോ ചില ഉമ്മമാരൊക്കെ പറയൂട്ടോ, ആ ചെക്കൻ പെണ്ണ് കെട്ടിയതിന് ശേഷം പറ്റ മോശമായി. എന്താ ചെക്കൻ കാട്ടിയ മോശത്തരന്നറിയോ? ഓളൊപ്പം കളിച്ചും ചിരിച്ചിങ്ങനെ നടക്കുക, ഓളൊപ്പം ടൂറ് പോവുക, വേറെ എന്തെങ്കിലും കാട്ടിയോ? ഞാൻ നേരത്തെ പറയാൻ വിചാരിച്ച സംഭവം, ആയിഷ ബീവി റസൂലുള്ളാഹി ഓട്ട മത്സരം നടത്തി, നമ്മളെ ചെക്കനും പെണ്ണും കൂടി ഇവിടെ ഇങ്ങനെ ഓട്ട മത്സരം നടത്തിയ ഈ ചെക്കന്റെ ഒരു കഥ, ഒരു പക്വതയും പാകത ഇപ്പോഴും വെച്ചിട്ടില്ല.
അല്ലെ? അവരല്ലേ കളിക്കേണ്ടത്, അവരല്ലേ ഇണകള്. അതിനൊക്കെ കുറ്റം പറയേ. എന്നിട്ട് അയൽവാസിനോട് ചെന്നിട്ട് പറയാ, എന്റെ മോനാ പറഞ്ഞിട്ട് കാര്യമില്ല, എന്നോടൊരു സ്നേഹമില്ല. നോക്കൂ നിങ്ങൾ, ആ മക്കളുണ്ടല്ലോ, ദീർഘിപ്പിച്ച് പറയാൻ എനിക്ക് നേരമില്ല, മുക്കാലിനെ ഞാൻ നിർത്തും ഇൻഷാ അല്ലാഹ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഓർക്കണം, ആ മക്കളാരാന്നറിയോ? ആ മക്കളാരാന്നറിയോ? നമ്മൾ മരിച്ചു എന്നറിയണ സമയമുണ്ടല്ലോ, നമ്മുടെ കണ്ണടഞ്ഞു പോകുന്ന നിമിഷം ഉണ്ടല്ലോ, അന്ന് നെഞ്ചുപൊട്ടുന്ന വർഗം നമ്മൾ നൊന്തുപറ്റ മക്കളാ. വിശലമായി പോയ നമ്മുടെ ശരീരത്തിന്റെ മുൻപിൽ വന്നു നിന്നിട്ട് എന്റെ ഉമ്മയെന്നോർത്ത് വേദനയോടെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആദ്യത്തെ വിഭാഗം നമ്മുടെ മക്കളാ. പിന്നെ ആരാന്നറിയോ? അതും കൂടി പറയണം, നമ്മുടെ സഹോദരങ്ങളാ. ചെറുപ്പത്തില് നമ്മൾ കൈപ്പിടിച്ച് നടന്ന നമ്മുടെ ഇക്കാക്ക, നമ്മൾ കൈപ്പിടിച്ച് മദ്രസയിലേക്ക് ഒന്നിച്ചു പോയ നമ്മുടെ കുഞ്ഞനിയത്തി, അനിയൻ, നമ്മുടെ ഇത്താത്ത. ചിലരൊക്കെ പറയും, അവരെ ഇട്ടൊന്നിപ്പോ ഒരു ബന്ധു എപ്പോഴെങ്കിലൊക്കെ ഒന്ന് ഫോൺ വിളിച്ചാലായി. എന്താ വിളിക്കാത്ത? അല്ല, ഓക്ക് ഇങ്ങോട്ടും വിളിക്കാലോ. കാത്തു നിൽക്കണ്ട. നമ്മുടെ മയ്യത്തിന്റെ മുൻപിൽ നാളെ വന്ന് നിന്ന് കണ്ണ് നിറയാനുള്ള രണ്ടാമത്തെ മനുഷ്യരാ. നിസ്കാരപ്പായൽ പോയിരുന്നിട്ടോ, അല്ലാ എന്റെ ഇത്താത്ത, എന്റെ അനിയത്തി എന്ന് പറഞ്ഞ് കരയാനുള്ള രണ്ടാമത്തെ കൂട്ടരാ. ഉമ്മയും ബാപ്പിയൊക്കെ മരിച്ചു പോയിട്ടുണ്ടാവും. പിന്നെ ഇണ, നേരത്തെ പറഞ്ഞല്ലോ, ആ ഇണയെ കഴിഞ്ഞിട്ടേ ഉള്ളൂട്ടോ. ഇപ്പൊ ഈ അടുത്ത് ആ ഇണയുടെ സ്നേഹം ഉണ്ടല്ലോ, അത് ആദ്യം പറയേണ്ടതാ. അടുത്തൊരു മരണ വീട്ടിൽ ചെന്നപ്പോ 75ഓളം വയസ്സുള്ള ഒരു സ്ത്രീ മരിച്ചിട്ടുണ്ട്. അവരുടെ 80ഓളം വയസ്സുള്ള ഒരു ഭർത്താവിനെ മകനിങ്ങനെ വീൽ ചെയറിൽ ഉന്തിക്കൊണ്ടുവരിക. ആ മുഖത്തെ തുണി മാറ്റും, ആ മനുഷ്യന്റെ കൈ ഇങ്ങനെ വറക്കണുണ്ട്. എന്നിട്ട് കൈ മാറ്റിയിട്ട് നിശ്ചലമായ തണുത്തുറഞ്ഞ നെറ്റിത്തടത്തിൽ ഒരു ഉമ്മ കൊടുത്തിട്ട് മകന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് പറയാം, മോനെ ഇന്നലെയും കൂടി ഞമ്മാന്റെ കൈ മുറുക്ക പിടിച്ചിട്ടാട്ടോ ഉറങ്ങിയത്, ഇനി ഉപ്പ എന്ത് ചെയ്യുമെടാ എന്ന്. ആ വാർദ്ധക്യത്തിലും ആ സ്നേഹം പങ്കുവെക്കാൻ ഇണയല്ലാതെ ആരുണ്ടാകും? ഇവരെയൊക്കെ സ്നേഹിക്കാൻ സാധിച്ചാൽ തന്നെ നമ്മുടെയൊക്കെ വീട്ടിലെ ഒരുപാട് പ്രശ്നങ്ങൾക്ക് പരിഹാരമാകും. പ്രിയപ്പെട്ടവരെ, മക്കളൊരു തെറ്റ് ചെയ്തു എന്ന് പറയുമ്പോൾ അവരെ ആക്ഷേപിക്കുകയല്ല, അധിക്ഷേപിക്കുകയല്ല, കുറ്റപ്പെടുത്തുകയല്ല. ആരെയും നമ്മുടെ മക്കളൊരു തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞു വന്നു കഴിഞ്ഞാൽ ഉടനെ നമ്മൾ അവരോട് പറയണം, അവരെ നെഞ്ചോട് ചേർത്ത് പിടിക്കണം. എന്നിട്ട് പറയണം, ഉമ്മാന്റെ കുട്ടി ഇനി ആ തെറ്റ് ചെയ്യല്ല കേട്ടോ, നാളെ നിന്നെ നരകാഗ്നിയിലേക്ക് വലിച്ചെറിയുന്നത് സഹിക്കാനേ ഉമ്മാക്കാവില്ലെന്ന് പറഞ്ഞ് നമ്മുടെ കണ്ണുനീർത്തുള്ളികള് ആ മുർദാവിയെ കുത്തി വീണാൽ ആ നെഞ്ചോരം കടന്നിട്ട് നമ്മുടെ പൊന്നുമക്കള് പറയും, ഞാനൊരു നല്ല മനുഷ്യനാവട്ടോ ഉമ്മ, ഇനി ഞാൻ തെറ്റൂലട്ടോ ഉമ്മ എന്ന്. പക്ഷെ ഇത് കുറ്റപ്പെടുത്തിയാലും അധിക്ഷേപിച്ചാലും ഇതുണ്ടാകുകയില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒരു കാര്യം കൂടി നിങ്ങളുടെ മുമ്പിലേക്ക് വെച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെയൊക്കെ കുടുംബത്തിന് വേണ്ടിയിട്ട് നമ്മളൊക്കെ നല്ല മനുഷ്യരാകുക എന്ന് പറഞ്ഞിട്ടാണല്ലോ തുടങ്ങിയത്. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ മുഅ്മിൻ അല്ലെങ്കിൽ സൂറത്ത് ഗാഫിറിൽ അല്ലാഹു ഇങ്ങനെ പറഞ്ഞു തരുന്ന ഒരു ആയത്തിന്റെ മനസ്സിന് സാന്ത്വനം നൽകുന്ന ഒരായത്ത്. മലായിക്കത്തുകളെ സംബന്ധിച്ച് അള്ളാഹുവിന്റെ അർശിന്റെ ചുറ്റിലുമുള്ള മലായിക്കത്തുകളെ കുറിച്ച് അള്ളാഹു പറയുന്നു, അല്ലദീന യഹ്മിലൂനൽ അർശ വമൻ ഹൗലഹു. അള്ളാഹുവിന്റെ അർശിന് ചുറ്റുമുള്ള മലായിക്കത്തുകൾ അവരെന്ത് ചെയ്യുന്നു? യുസബ്ബിഹൂന ബിഹംദി റബ്ബിഹിം. അള്ളാഹുവിനെ പ്രകീർത്തിക്കുന്നു, അള്ളാഹുവിന് സ്തുതികൾ അർപ്പിക്കുന്നു. വയുമിനൂന ബി. അള്ളാഹുവിൽ വിശ്വാസം ഉണ്ടായതുകൊണ്ട്. മലായിക്കത്തുകളുടെ വിശ്വാസം എന്ന് പറയുന്നത് അവർ അള്ളാഹുവിനെ നേരിട്ട് കാണുന്നവരാണ്. അവരെങ്ങനെ അള്ളാഹുവിൽ വിശ്വസിച്ചുകൊണ്ട് അള്ളാഹുവിനെ തസ്ബീഹുകൾ അർപ്പിച്ച് അള്ളാഹുവിനെ തഹ്മീദുകൾ അർപ്പിച്ച് ഇങ്ങനെ അവിടെ ഇരിക്കുകയാണ്. വയസ്തഗ്ഫിറൂന ലില്ലദീന ആമനൂ. തേടുന്ന അള്ളാഹുവിന്റെ അടിമകൾക്ക് വേണ്ടിയിട്ട്, വിശ്വാസികളായ അള്ളാഹുവിന്റെ അടിമകൾക്ക് വേണ്ടിയിട്ട് അവർ പാപമോചനം തേടുന്നു. എന്നിട്ട് അവർ പറയുന്നു, റബ്ബനാ വസിഅത കുല്ല ശൈഇൻ റഹ്മതൻ വ ഇൽമ. അള്ളാഹുവേ, നിന്റെ അറിവും നിന്റെ കാരുണ്യവും സകല വസ്തുക്കളിലും വ്യാപിച്ചിരിക്കുന്നു. സകല വസ്തുക്കളെയും വ്യാപിച്ചതാണ് അള്ളാഹുവിന്റെ അറിവും ഇൽമും. എന്നിട്ട് അവർ ചോദിക്കുകയാണ്, അള്ളാഹുവേ, നിന്റെ മാർഗം പിൻപറ്റിക്കൊണ്ട് നിന്നോട് തൗബ ചെയ്ത് മടങ്ങിയവർക്ക് നീ പുറത്തു കൊടുക്കണമേ. എന്നിട്ടോ വഖഹിം അദാബൽ ജഹീം, അവരെ നരകാഗ്നിയിൽ നിന്നും കാത്തുരക്ഷിക്കണമേ എന്ന് ആരാ പ്രാർത്ഥിക്കുന്നത് എന്നറിയോ? മലായിക്കത്തുകളാണ്. അർശിന്റെ ചുറ്റിലുമുള്ള മലായിക്കത്തുകള് നമുക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്യുക. അള്ളാഹുവിനെ നേരിട്ട് കാണുന്ന മലക്കുകള്. അവർ പറഞ്ഞത് ഒരു പോയിന്റ്
അള്ളാഹുവോട് ഖേദിച്ച് മടങ്ങുന്ന ഇസ്തിഗ്ഫാർ നടത്തുന്ന വിശ്വാസികളായ നിന്റെ അടിമകളെ നീ നരകത്തിൽ നിന്നും കാത്തുരക്ഷിക്കണമേ എന്ന് പ്രാർത്ഥന അവിടം കൊണ്ട് അവസാനിക്കുന്നില്ല കേട്ടോ. എന്നിട്ട് മലായികത്തുകൾ പറയുന്നു, റബ്ബനാ വഅദ്ഖിൽഹും ജന്നാതി അദ്നില്ലതി വഅത്തഹും, അല്ലാഹുവേ നീ വാഗ്ദത്തം ചെയ്ത സ്വർഗ്ഗത്തിലേക്ക് അവരെ നീ പ്രവേശിപ്പിക്കുകയും ചെയ്യണമേ. അവരെ മാത്രമല്ല, വമൻ സലഹ മിൻ ആബാഇഹിം വഅസ്വാജിഹിം വദുർരിയാതിഹിം, അവരുടെ ഇണകളെയും അവരുടെ മക്കളെയും അവരുടെ മാതാപിതാക്കളെയും എല്ലാം നരകത്തിൽ നിന്നും നീ കാത്തുരക്ഷിച്ച് അവരെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കണമേ എന്ന് മലക്കുകൾ പ്രാർത്ഥിക്കുന്നത് ഭൂമിയില് അള്ളാഹുവിന്റെ മുൻപില് പൊറുക്കണേ എന്ന് ആത്മാർത്ഥമായി നാളെ പരലോകത്ത് അല്ലാഹുവിന്റെ മുൻപിൽ ഒരു ജീവിതമുണ്ടെന്ന് ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് പടച്ച റബ്ബേ പൊറുക്കണേ എന്ന് പറഞ്ഞ് അള്ളാഹുവിന്റെ മക്കളെ നന്നാക്കണേ എന്ന് പറഞ്ഞ് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടിയിട്ട് അള്ളാഹുവിന്റെ അർശിന്റെ ചുറ്റിലുമുള്ള മലക്കുകൾ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അവളെയും അവളുടെ ഉപ്പനെയും ഉമ്മനെയും ഇണയെയും മക്കളെയും ഒക്കെ പടച്ചോനെ നീ നരകത്തിൽ നിന്നും കാത്തുരക്ഷിക്കണമേ, സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കണമേ. ഇന്നക അൻതൽ അസീസുൽ ഹകീം, അല്ലാഹുവാണല്ലോ പ്രതാപവാനും വിധികർത്താവുമായിട്ടുള്ളത്. എന്നിട്ട് അവർ പറയുന്നു, അവരെ നീ തിന്മകളിൽ നിന്നും കാത്തുകൊള്ളുകയും ചെയ്യണമേ. അപ്പൊ കുടുംബം സംസ്കരിക്കപ്പെടാൻ നമ്മളിൽ എന്തുണ്ടായാൽ മതി? നല്ല വിശ്വാസം, എന്നിട്ട് ഇസ്തിഗ്ഫാർ തേടുന്ന ഒരു മനസ്സ്, അതോടൊപ്പം തന്നെ കുട്ടികൾക്കും കുടുംബത്തിനും നേർവഴി കാണിച്ചു കൊടുക്കുന്ന നല്ല ഒരു ഉമ്മയും ഭാര്യയും സഹോദരിയും ഒക്കെ ആയിട്ട് മാറുക. അതോടൊപ്പം അവരെ സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുക. അതിന്റെ എല്ലാം മുമ്പ് ഏറ്റവും നല്ലൊരു മനുഷ്യനാകുക, ആരോടും വെറുപ്പില്ലാത്ത എല്ലാവരുടെയും നന്മ പ്രതീക്ഷിക്കുന്ന നല്ലൊരു മനുഷ്യനായിട്ട് മാറാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കുക. എങ്കിൽ പരലോകം വരെ നമ്മുടെ മക്കൾക്കും നമ്മുടെ കുടുംബത്തിനും നമ്മൾ അങ്ങനെ ആയി തീർന്നാൽ അള്ളാഹുവിന്റെ പ്രത്യേകമായ കാവലുണ്ടാകും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുക. ഓരോ ദിനരാത്രങ്ങളിലും ചെയ്തു പോയ പാപങ്ങളെ ഓർത്തെടുത്ത് കരഞ്ഞ് ഇസ്തിഗ്ഫാർ തേടുന്നവരിൽ നമ്മൾ ഉൾപ്പെടുക. എങ്കിൽ നമുക്ക് നല്ല ഒരു ക്വാളിറ്റിയുള്ള മനുഷ്യനാകാൻ പറ്റും. കുടുംബത്തിന് നമ്മളെ നിലവാരം ഉണ്ടാകും, വിലയുണ്ടാകും, അവർ നമ്മൾ പറയുന്ന വാക്കുകൾ സ്വീകരിക്കും, കുടുംബത്തിൽ നമുക്ക് നല്ല സ്ഥാനവും ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള നല്ല മനുഷ്യരുടെ കൂട്ടത്തില് അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സർവാധിനാഥനായ റബ്ബേ, നിന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയ അനേകം ആളുകൾ ഇത്തയുടെ ഒരു ക്ഷണം സ്വീകരിച്ച് എല്ലാവരും ഇവിടെ എത്തിയത് അള്ളാഹുവിന്റെ സ്വർഗത്തെ ആഗ്രഹിച്ചുകൊണ്ടാണ്. സർവാധിനാഥനായ റബ്ബേ, നീ ഞങ്ങളുടെ എല്ലാവരുടെയും ഈ ഇരുത്തവും ഈ കേൾക്കലും പറച്ചിലും എല്ലാം നീ ഏറ്റവും നല്ല സൽക്കർമ്മമായിട്ട് സ്വീകരിക്കുകയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഇതുപോലെ ഒരുമിച്ച് കൂടാൻ ഭാഗ്യം നൽകുകയും ചെയ്യണമേ റബ്ബേ. അല്ലാഹുവേ, തൗഹീദിന്റെ വക്താക്കളെ ചേർത്ത് പിടിക്കുന്നതിൽ എന്റെ പ്രിയപ്പെട്ട ഇത്ത കാണിക്കുന്ന ഈ താല്പര്യം, അതിന് ഇഹത്തിലും പരത്തിലും ഇത്താക്ക് നീ ഔന്നത്യങ്ങൾ പ്രദാനം ചെയ്യണമേ റബ്ബേ. അവരുടെ പാപങ്ങളെ പുറത്തു കൊടുക്കുകയും ഇനിയും ഞങ്ങൾക്ക് ഈ സ്നേഹത്തിന്റെയും ആദർശത്തിന്റെയും നേതൃത്വത്തിൽ നിൽക്കുവാനുള്ള ആഫിയത്തും ആയുസ്സും എല്ലാം നീ പ്രദാനം ചെയ്യണമേ തമ്പുരാനെ. അല്ലാഹുവേ, ഒരുപാട് തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോയ മനുഷ്യരാണ്. സർവവും നീ വിട്ടുപുറത്ത് മാപ്പാക്കി തരണമേ റബ്ബേ. അറിഞ്ഞും അറിയാതെയും ഞങ്ങൾ ചെയ്തു പോയ ഒരുപാട് പാപങ്ങളുണ്ട് റബ്ബേ. അതെല്ലാം നിന്റെ മഹത്തായ കാരുണ്യം കൊണ്ട് നീ വിട്ടുപുറത്ത് മാപ്പാക്കി തരണമേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളുടെ മക്കളെ സംബന്ധിച്ച് സംസാരിച്ചു. ഞങ്ങൾ ഒരുപാട് വേവലാതിയിലാണ്. പല കാര്യങ്ങളും ഞങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു. കുട്ടികൾക്കിടയിലുള്ള കൊലപാതകങ്ങളെ സംബന്ധിച്ച്, അതേപോലെ തന്നെ മയക്കുമരുന്നുകളെ സംബന്ധിച്ചൊക്കെ കേൾക്കുന്നു. ഭയപ്പാടോടെയാണ് ഓരോ ദിവസങ്ങളും ഞങ്ങൾ തള്ളി നീക്കുന്നത്. സർവാധിനാഥനായ റബ്ബേ, ഞങ്ങളുടെ മക്കളെ തിന്മകളിലേക്കൊന്നും എത്തിപ്പെടാതെ നീ അവർക്ക് കാവലേകണേ റബ്ബേ. നീ അവർക്ക് കാവലേകണേ തമ്പുരാനെ. അവരെ നീ വിശ്വാസത്തിലും നന്മയിലും അവരുടെ കൽപ്പാദങ്ങളെ നീ ഉറപ്പിച്ചു നിർത്തേണമേ റബ്ബേ. നാളെ ഞങ്ങൾ മരിച്ചു പോകുമ്പോൾ ആത്മാർത്ഥമായി ഞങ്ങൾക്ക് വേണ്ടി മയ്യത്ത് നമസ്കരിക്കുന്ന മക്കളായിട്ട് ഞങ്ങളുടെ മക്കളെ നീ ഉയർത്തേണമേ റബ്ബേ. ഞങ്ങളുടെ മരണശേഷവും ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോഴും ഞങ്ങൾക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്ന പൊന്നുമക്കളെ നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളുടെ ഉമ്മ ബാപ്പമാർ ഞങ്ങളെ ഒരുപാട് സ്നേഹിച്ചവരാണ്. ആ പാവപ്പെട്ട 2 മനുഷ്യന്മാരോളം ഞങ്ങളെ സ്നേഹിച്ച മറ്റൊരു മനുഷ്യനെയും ഭൂമിയിൽ ഞങ്ങൾ കണ്ടിട്ടില്ല റബ്ബേ. ആ സ്നേഹത്തിന് പകരം എന്ത് നൽകി എന്നറിയാത്ത പാവപ്പെട്ട പെൺമക്കളാണ് തമ്പുരാനെ. അല്ലാഹുവേ, അവരോടുള്ള പെരുമാറ്റത്തിലോ അവരോടുള്ള ശുശ്രൂഷകളിലോ എവിടെയെങ്കിലും പാകപ്പിഴവുകൾ സംഭവിച്ചു പോയോ എന്നോർത്ത് മനം വിങ്ങുന്നവരാണ് ഞങ്ങളിൽ പലരും. അല്ലാഹുവേ, ജീവിച്ചിരിക്കുന്ന
ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് ഖിദ്മത്ത് ചെയ്യാനും ജീവിച്ചിരിക്കുന്നവർക്കും മരിച്ചുപോയവർക്കും വേണ്ടി ആത്മാർത്ഥമായ പ്രാർത്ഥനകൾ കരുതി വെക്കാനും കഴിയുന്ന സൽമക്കളായിട്ട് നീ ഞങ്ങളെ ഉയർത്തേണമേ റബ്ബേ. നാളെ അവരെ സ്വർഗത്തിൽ കണ്ടുമുട്ടുമ്പോ പൊന്നുമോളെ നിന്റെ പ്രാർത്ഥന നിമിത്തം അള്ളാഹു ഇതാ നിന്റെ ഉമ്മയെയും ഉപ്പയെയും ആദരിച്ചു എന്ന ആത്മാഭിമാനത്തോട് സ്വർഗത്തിൽ വെച്ച് ഞങ്ങളെ ചേർത്ത് പിടിക്കുന്ന ഉമ്മ ബാപ്പമാരെ നീ ഞങ്ങൾക്ക് കാണിച്ചു തരയണമേ തമ്പുരാനെ. അള്ളാഹുവേ, നിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്, സ്ത്രീ സമൂഹമേ, നിങ്ങളുടെ നരക സ്വർഗം കണക്കാക്കുന്നതില് ഇണയുമായിട്ടുള്ള സഹവാസത്തിന് വല്ലാത്ത പ്രാധാന്യമുണ്ട് എന്ന്. എവിടെയെല്ലാമോ ഇടറിപ്പോയിട്ടുണ്ട്, എപ്പോഴെല്ലാമോ എന്തൊക്കെയോ സംഭവിച്ചു പോയിട്ടുണ്ട്. അള്ളാഹുവേ, നീ എല്ലാം വിട്ടുപുറത്ത് മാപ്പാക്കി തരണമേ റബ്ബേ. ഞങ്ങൾക്കും ഞങ്ങളുടെ ഇണകൾക്കും ഇടയിൽ നീ സമൃദ്ധമായ നന്മയുടെ സ്നേഹം ഉണ്ടാക്കി തരണമേ റബ്ബേ. സ്വർഗത്തോളം കൈപ്പിടിച്ച് നടക്കാൻ കഴിയുന്ന സൽ ഇണകളായിട്ട് നീ ഞങ്ങളെ ഉയർത്തണമേ റബ്ബേ. ഒരുപാട് സങ്കടങ്ങളുള്ളവരുണ്ട്, ഒരുപാട് പ്രയാസങ്ങളും ശാരീരിക സാമ്പത്തിക ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്നവരുണ്ട്. എല്ലാ പ്രയാസങ്ങളെയും നിന്റെ കാരുണ്യം കൊണ്ട്, നിന്റെ മഹത്തായ കാരുണ്യം കൊണ്ട് നീ ദൂരീകരിക്കണമേ റബ്ബേ. പരീക്ഷണങ്ങളെ തൊട്ട് നീ ഞങ്ങളെ അതിവിദൂരമാക്കണേ നാഥാ. അത് സഹിക്കാൻ ഞങ്ങൾക്ക് കെൽപ്പില്ല തമ്പുരാനെ. അതിനാൽ പരീക്ഷണങ്ങളെ തൊട്ട് നീ ഞങ്ങൾ അതിവിദൂരമാക്കണേ നാഥാ. നീ നിർബന്ധമാക്കിയ വല്ല പരീക്ഷണങ്ങളും ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ട് എങ്കിൽ സർവാധിനാഥനായ റബ്ബേ, അത് സഹിക്കാനുള്ള ഈമാനിന്റെ ഉൾക്കരുത്ത് നൽകണമേ റബ്ബേ. ഈമാനിന്റെ ഉൾക്കരുത്ത് നൽകണമേ റബ്ബേ. അള്ളാഹുവേ, അതിനേക്കാളെല്ലാം ഭയാനകമാണ് ഖബർ ശിക്ഷയും നരക ശിക്ഷയും എന്ന് ഞങ്ങൾക്കറിയാം. അത് രണ്ടും ഉൾക്കൊള്ളാൻ ഞങ്ങൾക്ക് സാധ്യമല്ല റബ്ബേ. അതിനെ തൊട്ട് നീ ഞങ്ങളെ വിദൂരമാക്കണേ നാഥാ, അതിവിദൂരമാക്കണേ റബ്ബേ. അതിലൊരു കണിക പോലും നീ ഞങ്ങളെ അനുഭവിപ്പിക്കല്ല തമ്പുരാനെ. നാളെ നിന്റെ ജന്നാത്തുൽ ഫിർദൗസിലേക്ക് അള്ളാഹു ആദർശ കൂട്ടായ്മയായി ഒരുമിച്ച് ചേരാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണമേ റബ്ബേ. ഞങ്ങളുടെ ഇണകളോടും മക്കളോടും മാതാപിതാക്കളോടും പ്രിയജനങ്ങളോടുമൊപ്പം സ്വർഗീയ ഉല്ലാസം അനുഭവിക്കാനുള്ള മഹത്തായ ഭാഗ്യം നൽകണമേ റബ്ബേ. അള്ളാഹുവേ, ഞങ്ങളേറെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ പ്രവാചകന്റെ കൂടെ ജീവിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണമേ റബ്ബേ. എല്ലാത്തിലും ഉപരി അവസാനം നിന്നെ കണ്ടുമുട്ടുമ്പോ അനുഭൂതിയടയുന്ന സ്വർഗവാസികളിൽ അള്ളാഹുവേ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണമേ തമ്പുരാനെ. അല്ലാഹുമ്മ അജിർനാ മിനന്നാർ വ അജിർ വാലിദൈനാ മിനന്നാർ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വ ദുർരിയാതിനാ ഖുർറത അയ്യുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.